ആഗോള തലത്തിൽ ആകെ 11 പേർക്ക് മാത്രമാണ് ഈ രോഗം കിട്ടിയതിനു ശേഷം തിരികെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. പ്രത്യേകിച്ചും ഇനിയുള്ള വേനൽക്കാലത്ത് ഇത് തീ പോലെ പടർന്ന് പന്തലിക്കുമെന്നുള്ള ജാഗ്രതയാണ് കേരളത്തിലടക്കം ഉയർന്നു കേൾക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തെ വീണ്ടും വെട്ടിലാക്കി ഭയപ്പെടുത്തുന്ന ഒരു രോഗം പടർന്നു പന്തലിക്കുകയാണ്. നേരത്തെ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒന്ന് തന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ വളരെയധികം സംശയങ്ങളും ഭീതിയുടെ കണികകളും കേരളത്തിൽ ഉയരുകയാണ്. ഇങ്ങനെ ഒരു രോഗം ബാധിച്ചാൽ അതിനെ ക്യൂർ ചെയ്യാനായിട്ടുള്ള, ചികിത്സിക്കാനുള്ള മരുന്ന് പോലും നമുക്ക് വേണ്ട വിധത്തിൽ ലഭ്യമാകണമെന്നില്ല. ഇങ്ങനെ ഒരു രോഗം അപൂർവമായതുകൊണ്ട് തന്നെ രോഗം പിടിപെട്ടാൽ പോലും പനിയുടെയും മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഈ രോഗമാണെന്ന് തിരിച്ചറിയാതെ മരണപ്പെടുന്നവരും ഏറെ കൂടുതലാണ്. വേനൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കാരണം ചെളിയിലെ അമീബയുമായി സമ്പർക്കം കൂടുതൽ ഉണ്ടാകാൻ സാധ്യത വരും. അങ്ങനെ കുളങ്ങളിലും ജലാശയങ്ങളിലും കുളിക്കുന്നവരുടെ മൂക്കിലൂടെയാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരമെന്നറിയപ്പെടുന്ന അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് പകരുന്നത്. വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കിക്കാണേണ്ടതാണ്. ജനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ജല ലഭ്യത കുറവുള്ള മേഖലകളിൽ ഇതിന്റെ സാധ്യത വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കൈയകലം പാലിച്ചു നിൽക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഇതുവരെ നാം അഭിമുഖീകരിച്ചിരിക്കുന്ന കൊറോണയോ ഒമിക്രോണോ എന്ന് വേണ്ട പലതരത്തിലുള്ള വൈറസ് ബാധകളെക്കാൾ ഏറെ അപകടകാരികളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. വാട്ടർ ടാങ്കുകൾ ചെളി കെട്ടിക്കിടക്കാതെ വൃത്തിയാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്കൊക്കെ തന്നെ വീടുകളിലടക്കം ചെയ്യാൻ സാധിക്കുന്നത്. സ്വിമ്മിംഗ് പൂളുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവിടങ്ങളിലെ വെള്ളമൊക്കെ കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം. ഇത്തരം ജലവുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് തീവ്രമായ തലവേദനയോ പനിയോ ഓക്കാനമോ ഛർദിയോ കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ടടക്കമുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ മരണത്തിലേക്ക് പോലും നയിക്കുന്ന ഭീകരമായ ഒരു രോഗലക്ഷണമായിരിക്കും. ഉടനടി തന്നെ ഇക്കാര്യങ്ങൾ ഡോക്ടറെ ബോധ്യപ്പെടുത്തി ചികിത്സ തേടേണ്ടതാണെന്നാണ് മന്ത്രിയുടെ അഭ്യർത്ഥന. സംസ്ഥാനത്ത് ഇപ്പോഴും പലയിടത്തായി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പിടിപെടുന്ന നിരവധി ആളുകൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വേദനാജനകമായൊരു കാര്യം. 2024 38 കേസുകളും 8 മരണവും, 2025 12 കേസുകളും 5 മരണവുമാണ് ഉണ്ടായിരിക്കുന്നത്. തുടക്കത്തിൽ കൃത്യമായ രീതിയിൽ ചികിത്സ കിട്ടിയാൽ, ഈ രോഗത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിരവധി ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കാത്ത നിരവധി ആളുകളാണ് ഇതിൽ 90% മരണപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂരിഭാഗം ആളുകളെയും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു രോഗമുണ്ടെന്നും ഈ രോഗം പടരുമെന്നും ഈ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ മരണം പോലും സംഭവിക്കുമെന്നുമുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ചികിത്സ നൽകിയത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഗോള തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ രോഗത്തിന്റെ മരണനിരക്ക് എന്ന് പറയുന്നത് 97%. ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരിക്കലും ചിന്തിക്കുക പോലും വേണ്ട എന്ന് തന്നെയാണ് WHO അടക്കമുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ, ഏകോപനത്തിലൂടെ മാത്രമാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിന്റെ മരണനിരക്ക് 25% കുറയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് കേവലം 11 പേർ മാത്രമാണ്. എന്നാൽ കേരളത്തിൽ ഇതുവരെ 37 പേരെ നമുക്ക് രക്ഷിക്കാനായി എന്നുള്ളതാണ് അഭിമാനകരമായ ഒരു കാര്യം. അത് അഭിമാനകരമായി പറയുന്നതോടൊപ്പം തന്നെ രോഗം പിടിപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മസ്തിഷ്ക ജ്വരം സംശയിക്കുന്ന എല്ലാ രോഗികളിലും അമീബിക് മസ്തിഷ്ക ജ്വരം നിർണ്ണയിക്കാനുള്ള പരിശോധന കൂടി നടത്താനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അതിലൂടെ തന്നെയാണ് വളരെ വേഗത്തിൽ ഇത് കണ്ടെത്തി ചികിത്സ നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി സാധിക്കുന്നത്. നമുക്കറിയാം, നിപ്പ അടക്കമുള്ള രോഗം പടർന്നു പന്തലിച്ചിട്ട് പോലും ഒന്നിനെയും കൈവിടാതെ പിടിച്ചു നിന്ന എല്ലാവരെയും രക്ഷിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തതാണ് കേരള സർക്കാർ. അതുപോലെ തന്നെ കേരള ആരോഗ്യ വകുപ്പ് കൊറോണയ്ക്കെതിരെയും ഫലപ്രദമായ രീതിയിലുള്ള വാക്സിനേഷൻ ഡ്രൈവുകൾ അടക്കം സജ്ജീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെയും നേരിടാനായി സാധിക്കും. സംസ്ഥാനത്ത് പല ജില്ലകളിലും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ രാജ്യത്ത് ആദ്യമായി ഏകാരോഗ്യ സമീപനത്തിൽ ഊന്നിയ ഒരു ഗവേഷണ പ്രവർത്തനങ്ങൾ കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി കേരളത്തിലെയും ICMR, IAV പോണ്ടിച്ചേരി, AV ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയിലെയും വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ടെക്നിക്കൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് തുടർ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചു വരികയാണ്. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും സ്ഥാപന തലത്തിലുമൊക്കെ ഈ പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകും.
മുൻ വർഷങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പകർച്ചവ്യാധികളുടെ കണക്ക് പരിശോധിച്ച് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി വിശകലനം നടത്തി പ്രതിരോധം ശക്തമാക്കും. ഈ കണ്ടെത്തുന്ന ഹോട്ട്സ്പോട്ടുകളിൽ പ്രാദേശികമായ പ്രതിരോധ പദ്ധതികൾ ആവിഷ്കരിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പലതരത്തിലുള്ള കർമ്മ പദ്ധതികൾ നടപ്പിലാക്കാനായി നമുക്ക് സാധിക്കും. അതിലൂടെ പ്രാദേശികമായി തന്നെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ കഴിയും. ആരോഗ്യ ജാഗ്രത കലണ്ടർ പ്രകാരമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തണം. കൊതുകിന്റെ ഉറവിട നശീകരണം പ്രത്യേകമായി ശ്രദ്ധിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള നിർദ്ദേശവും ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. RRT സംഘം, അതായത് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗത്തിലാണ് മന്ത്രി ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എങ്ങനെ ഇതിനെ ഒഴിവാക്കാം, എങ്ങനെ ഇതിനെ മുൻകൂട്ടി കണ്ടെത്താം. പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയിട്ടുള്ള കുളത്തിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത്. വർഷങ്ങളായി വൃത്തിയാക്കാത്ത വാട്ടർ ടാങ്കിലെ വെള്ളം ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം. ചെളി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അമീബ ഉണ്ടാകും. മൂക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ, തലയിൽ ക്ഷതമേറ്റവർ, തലയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയവർ എന്നിവരൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കാൻ പാടുള്ളതല്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതുമൊക്കെ പരമാവധി ഒഴിവാക്കണം. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുത്. മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കാം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത കൃത്യമായി പാലിച്ചാൽ ഇതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ചികിത്സ തേടുക എന്നുള്ളതാണ് ഏക പോംവഴി. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജാഗ്രതയും പാലിക്കണം. ഇടവിട്ടുള്ള മഴ കാരണം ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്കെതിരെയും ശ്രദ്ധ പാലിക്കുക. ഹെപ്പറ്റൈറ്റിസ് എ, മലേറിയ, H1N1 തുടങ്ങിയ രോഗങ്ങളും പൊതുവായി റിപ്പോർട്ട് ചെയ്തു പോരുകയാണ്. ജലജന്യ രോഗങ്ങൾക്കെതിരെ ശക്തമായ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യണം. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും മന്ത്രിതല നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കാനാണ് എടുത്തു പറയുന്നത്. ജലാശയങ്ങളിൽ കുളിക്കുന്നവർ ശ്രദ്ധിക്കുക. വാട്ടർ ടാങ്കുകൾ ചെളി കെട്ടിക്കിടക്കാതെ പ്രത്യേക ശ്രദ്ധ അതിനും കൊടുക്കുക.